ഹലോ ഹായ് നമസ്കാരം, ഞാൻ അനൂപാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഗുലുമാലിലേക്ക് സ്വാഗതം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇത് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഞാനിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇന്നത്തെ എപ്പിസോഡുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ആത്മഹത്യക്ക്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഇത് മറ്റാരും അനുകരിക്കാൻ പാടില്ല. ഇച്ചിരി റിസ്ക് ഉണ്ട്, വെറുതെ പറയുന്നതാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരപ്പച്ചൻ നമ്പർ മാറി ഒരാളെ വിളിക്കുകയാണ്. മറ്റാരുമല്ല, ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് ഉപ്പും മുളകും എന്ന സീരിയൽ. അതിൽ ഇപ്പോൾ പുതുതായിട്ടെത്തിയ ഒരു നടിയാണ് അശ്വതി നായർ. അശ്വതിയെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു അപ്പച്ചൻ വിളിക്കുകയാണ്. ഈ പണി കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, അശ്വതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നടിയും ആങ്കറും മോഡലുമായിട്ടുള്ള ഹെന്ന ബെല്ലയാണ്. ഹെന്ന പറയുന്നത് കേട്ടിട്ട് ഡയറക്റ്റ് നമുക്ക് പ്രാങ്കിലേക്ക് പോകാം. അതിനു മുമ്പായി പറയുന്നു, ആരെങ്കിലും വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ചിരിയോ ഒരു വാക്കോ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കാം. കാണാം. ഹായ് അനുവേട്ട. സോ ഞാനും അമ്മീനും കൂടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അവളവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഡൂഡൽ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒട്ടും ഡിസ്ട്രാക്ട് ചെയ്യാതെ നൈസായിട്ട് നമ്മൾ പോയി ഷൂട്ട് ചെയ്യും. Oh, thank you so much. See my children. അതൊക്കെ നമ്മൾ ഇവിടെ വഴിയുണ്ട്. എന്നിട്ട് പ്ലാൻ ചെയ്യണം. കുറച്ചും കൂടി എനിക്ക് എങ്ങനെ വേണ്ടതെന്ന് പറയാമോ? ആ സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡിനെ പോർഷൻ ചെയ്തത് ഒരു സാധനം ഹലോ മോളെ, ഹലോ മോളെ അപ്പച്ചനാ. അപ്പച്ചനോ? ഹലോ മകളെ, കുഞ്ഞുമോളെ. ഹലോ നമ്പർ മാറി വിളിക്കാണോ? കുഞ്ഞുമോളെ, അപ്പച്ചനാ. മോളെ എവിടോട്ട് മോളിപ്പോ? അപ്പച്ചൻ നമ്പർ മാറി വിളിക്കാണോ? എനിക്കറിയില്ലേ അപ്പച്ചനാന്നറിയില്ല, പക്ഷെ നമ്പർ മാറി വിളിക്കാണോ? അല്ല അല്ല, അപ്പച്ചനാ അപ്പച്ചനാ അപ്പച്ചനാ. കുഞ്ഞുമോളെ, അശ്വതി മോളല്ലേ? കുഞ്ഞുമോളെ, നമുക്കേ ഞാനിപ്പോ കുഞ്ഞുമോളെ, ഞാൻ അവിടെ അമേരിക്കയിലുള്ള ദാമോദരനോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദുബൈയിലുള്ള നമ്മുടെ ഹലോ 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 കേക്ക് എനിക്ക് അപ്പച്ച എനിക്കറിയില്ല അപ്പച്ചാന്ന് പറഞ്ഞ കുഞ്ഞുമോളെ. ഹലോ. അതെ അതെ ഒന്ന് കേക്കോ? എനിക്ക് കേൾക്കാൻ പറ്റുമോളെ. അപ്പച്ച വല്ലാത്ത ഹലോ കരയാതിട്ടോ ഞാൻ പറയട്ടെ. ഹലോ കുഞ്ഞുമോളെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുമോളെ, ഞാനേ മോനെ. ഹലോ ഹലോ ഞാൻ ഒന്നും കാര്യം പറയട്ടെ. ഞാൻ അശ്വതിയാണ്, പക്ഷെ എനിക്കിങ്ങനെ ഒരു അപ്പച്ചനില്ല. പറയട്ടെ കുഞ്ഞുമോളെ, ഞാന് നമ്മുടെ ദുബൈയിലുള്ള ദാമോദരനോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അവരും 3 മണിക്ക് റെഡിയാ. അമേരിക്കയിലുള്ളവരും റെഡിയാ. മോനിപ്പോ എവിടാ? കൊച്ചിയിലാണോ? സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കൊച്ചിയിലാണ്. എന്തിനു റെഡിയാണ് 3 മണിക്ക്? അവര് അപ്പൊ ഞാനിപ്പോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മരണ ഗ്രൂപ്പ്. അപ്പം 3 മണിയാകുമ്പോ അവരും മരിക്കും. പലരും പല രീതിയിൽ മരിക്കണം. നമുക്ക് ഈ അപമാനം നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല പോലെ. പറ്റുന്നില്ല. ഇതാ ഒരുപോലെ അപ്പച്ചനാ മോളെ. ഒരേ മുനുവിനെ നമ്മള് ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥ നിൽക്കുക. അപ്പൊ എല്ലാരോടും വിളിച്ച് ഒരേ സമയം നമ്മള് എല്ലാവരും മരിക്കണം. എനിക്കിനി ജീവിച്ചിരിക്കാൻ വയ്യ പറ്റുമോനെ. അപ്പൊ മോനെ എങ്ങനെയാണ് എല്ലാവരും മരിക്കുന്നത് ലൈവായിട്ട് അവളെ കാണിച്ചു കൊടുക്കണം നമുക്ക്. ഇനി അവൾ എന്നോട് ഇച്ഛാതി ചെയ്യരുത്. മനസ്സിലായോ? നമ്മള് ഇല്ല അത് മോനെ, നമുക്ക് മരിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മരിക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മോനോട്? പറഞ്ഞില്ലേ? എന്റെ പേര് എനിക്കത് ഓർമ്മയില്ല. അയ്യോ പേര് ഓർമ്മയില്ല. എനിക്ക് മനസ്സിലായില്ല. എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ട്. ഇങ്ങനെ മരുന്ന് കാര്യമൊന്നും പറയുന്നത് ഫോൺ വിളിച്ചിട്ട് എനിക്ക് ആളെ അറിയത്തില്ല. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാന് ഹലോ
കേൾക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്നൊന്ന് പറയാമോ? മോനെ ഹലോ, നമ്മളെ സുധാകരന്റെ മോളല്ലേ ഇത്? അല്ലല്ല, സുധാകരന്റെ മോളല്ല. ആളെന്ന് പറഞ്ഞ് വിളിച്ചതാട്ടോ അമ്മി. അശ്വതി അല്ലേ? അശ്വതിയാണ്, പക്ഷെ അച്ഛന്റെ പേര് അങ്ങനെയല്ല. അയ്യോ, അപ്പൊ അപ്പച്ചന മോനെ, എന്തായാലും അപ്പച്ചൻ മരിക്കാൻ പോവാ. അപ്പൊ ബൈ ബൈ മോനെ, ഞാൻ വെക്കുകയാണ് കേട്ടോ. ഹലോ 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 ഹലോ, മരിക്കാൻ പോകുന്നു പറയാ. ഹലോ, എന്താ പ്രശ്നം? എവിടെ പോളെ? സ്ഥലം എവിടെയാ? ശരി മോളെ, നമ്പർ തെറ്റിയ മോളെ. ഞാൻ വേറെ നമ്മുടെ അനിയന്റെ മോനെ. ഹലോ ഹലോ ചേട്ടാ, പോലെ എവിടെ സ്ഥലം പറയാമോ? എന്നാ മോനെ, ഒന്നുമില്ല മോനെ, മോനല്ല മക്കളെ. മക്കളെ മൂക്കളെ മക്കളെ, ആരാ സംഭവം? ഒന്നുമില്ല 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 മോളെ, ഒന്നുമില്ല അപ്പച്ചനെ, ഒന്നുമില്ല. ഞാൻ പോവാണ്. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഞാൻ വിട പറയാൻ പോവാ. എന്തോ ഹലോ ഓ അപ്പച്ച, ഞാൻ ഈ അടുത്ത് മുളക് പറഞ്ഞ ചെറിയൊരു സീരിയല് ചെറിയൊരു ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളാണ്. അപ്പച്ചൻ അറിയാൻ പറ്റില്ല, അപ്പച്ചൻ കണ്ടിട്ടുണ്ടാവില്ല. ഇല്ല. അയ്യോ, നമ്പർ തെറ്റിപ്പോയ മോളെ. ഞാൻ വെക്കട്ടെ, ഞാൻ വിളിക്കാം. ഞാൻ മരിച്ചു കഴിഞ്ഞ് നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. വീട്ടിലോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര വിഷമം. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാമല്ലോ. അപ്പച്ചന്റെ സ്ഥലം ഒന്ന് പറയൂ. 15 മിനിറ്റിനുള്ളിൽ എനിക്ക് ഹെലോ ഹോവാസം മേടിയണം. ഞാൻ പോവാ. അഡ്രസ് എന്റെ ഭൗതിക ശരീരം മാത്രമേ ഉള്ളായിരിക്കും 15 മിനിറ്റ് കഴിച്ച്. അയ്യോ, ഒന്നും പറയല്ലോ. ഒന്ന് സ്ഥലം പറയൂ. എന്തോ സ്ഥലം ഒന്ന് പറയാവോ? ഒന്നുമില്ല മോളെ, നമ്പർ തെറ്റിയതാ. പോലീസുകാരെല്ലാം വിളിക്കുവാണെങ്കിൽ മോള് അപ്പച്ചനെ അറിയില്ലെന്ന് പറഞ്ഞു. അപ്പച്ചൻ ഉദ്ദേശിക്കുന്ന അശ്വതി തന്നെ ഞാൻ. പക്ഷെ എനിക്ക് സ്ഥലം ഓർമ്മയിട്ടതാ. സ്ഥലം ഒന്ന് പറയൂ. ഇല്ല, അയ്യോ, കലയെ. അപ്പച്ചനില്ല. ഒന്ന് പറ, ഒരു സ്ഥലമെങ്കിലും ഒന്ന് പറയാൻ പറ്റാ. പ്ലീസ് പേരെങ്കിലും പറയൂ. നമ്മളിപ്പോ വിളിച്ചിരിക്കും, നമ്മൾക്ക് ഒരു ആർട്ടിസ്റ്റ്, നമ്മൾക്ക് മോഡലിങ്ങും TV സീരിയലൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കായിരിക്കും പ്രശ്നം വരാം. ഇങ്ങനെയൊന്നും ചെയ്ത് പോകരുത്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ചേട്ടാ, എവിടെയാ സ്ഥലം? നമുക്ക് എന്തുണ്ടെങ്കിലും പരിഹരിക്കാമല്ലോ. നമ്മൾ വരാം. എവിടെയാണ് സ്ഥലം? എവിടെയാണ് നമ്മളോട് പറയും. അപ്പച്ചനെ നമുക്കിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന കുഴപ്പമില്ല. ഞങ്ങൾ വരാം. ഇപ്പൊ സംസാരിക്കാം. പറയോ? എറണാകുളമാണോ സ്ഥലം? എറണാകുളമാണോ? ഹലോ 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 ഹലോ, ബായ് മോളെ, കാണാം. എന്റെ പൊന്നെ പറ്റ, പ്ലീസ് വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യല്ലേ. അറ്റ്ലീസ്റ്റ് പറ, സ്ഥലം പറ. അവസാനമായി മോക്കായിരിക്കും കോൾ വന്നേക്കുന്നത്. പോലീസുകാർ വരുമ്പോ കോള് പറഞ്ഞാ മതി. ഹലോ അപ്പച്ച, മരിക്കാന്നൊന്നും പറയല്ലേ. ഒന്നും പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഈ ഫാനിനകത്തൊന്ന് കയറി കെട്ടിക്കോട്ടെ. ശല്യം ചെയ്യല്ലേ എന്നെ, ശല്യം ചെയ്യല്ലേ. ശ്വാസം വലിച്ചെടുത്തേ. കയറി കെട്ടട്ടെ മോളെ, ശല്യം തെറ്റിക്കല്ലേ. ഞാൻ പറയുന്നേക്കു, ഞാൻ ഡോക്ടറാണ്. പറയുന്നേക്കു, ശ്വാസം വലിച്ചെടുക്കും. യു വിൽ ഫീൽ ഗുഡ്. ആരാ? ഹലോ, ആ നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. ചേട്ടൻ നമുക്ക് ശ്വാസം എടുത്ത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ശ്വാസം വിടുക. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഞങ്ങൾ അവിടെ വന്ന് ചേട്ടനോട് സംസാരിക്കാം. നമുക്ക് എന്തുണ്ടെങ്കിലും പരിഹരിക്കാമല്ലോ. ഈ ആത്മഹത്യ ഒന്നും അല്ലല്ലോ ചേട്ടാ ജീവിതത്തില്. ഏത് ജില്ലയാണെന്ന് ചോദിക്കും. ഹലോ ഹലോ, ആണോ വിളിക്കുന്നേ? ആണോ? എവിടുന്നാ വിളിക്കുന്നേ? എറണാകുളത്തുനിന്ന്? ഹലോ 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 ഹലോ, സൗണ്ട് ഹലോ ഏയ് ഹലോ അപ്പച്ച, ഹലോ
അപ്പച്ചന് നമ്മളുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പച്ചന് ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ വരാം. എന്താ പ്രശ്നം? ആനയൊക്കെ ഉണ്ടെന്ന്, ആനയൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു അപ്പച്ചൻ, ഇപ്പൊ ഒന്നുമില്ല. സാമ്പത്തികം ഞങ്ങൾ വരാം. ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട് എന്റെ കൂടെ, ഞങ്ങൾ ഒരുമിച്ച് വരാം. പോലീസ് വരുവാണെങ്കിൽ അപ്പച്ചൻ പോയത് ഞങ്ങള് വരാം. നമ്മള് ഇപ്പൊ ചേട്ടന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമോ? ചേട്ടൻ ആക്ച്വലി നമ്പർ മാറി വിളിച്ചാന്നല്ലെന്ന് അറിയില്ല, പക്ഷെ നമുക്കതൊരു പ്രശ്നമാകരുത്. അതെ അതെ, നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പച്ച. ഹലോ ഹലോ ഒന്ന് മിണ്ടോ? ഹലോ 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 അപ്പച്ച, അപ്പച്ച ഹലോ സംസാരിക്കുന്നില്ല. ഹലോ 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 അപ്പച്ച, ഹലോ. ഇടാ മിണ്ടണില്ലടാ മീന്, നീ ഇങ്ങനെ ഇരുന്നു. ഹലോ 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 ചേട്ടാ, ഞങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ചേട്ടാ. വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഈ കൊറോണ അവസരത്തിൽ. ആൾക്കാരൊക്കെ മരിക്കുന്നത് മോളല്ലേ മോളെ പറഞ്ഞത് 10 മിനിറ്റ് ശ്വാസം പിടിച്ചിരിക്കാൻ. ഞാൻ അങ്ങനെ ഇരുന്ന് ഞാനിപ്പൊ അല്ലാതെ ചത്തുപോയത്. അയ്യോ അതുകൊണ്ടാണ് എന്റെ ഫ്രണ്ട് ചേട്ടൻ സമാധാനിക്കാൻ പറഞ്ഞ അപ്പച്ചൻ കൂളാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ ഇപ്പൊ തണുത്ത് വരച്ച് കൂളായി ചത്തുപോയനെ. ഭാഗ്യത്തിന് ഞാനിപ്പോ ശ്വാസം എടുത്തത്. എന്റെ അപ്പച്ചൻ തമാശ കളിക്കാണോ? മനുഷ്യനെ കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുക. കുഞ്ഞുമോളെ, ഓ ശ്വാസം എടുത്തിട്ട് എന്ത് ചെയ്യണം? ശ്വാസം ഉണ്ട് ഇവിടെ. എന്ത് എന്താ ചേട്ടാ പ്രശ്നം? എന്താ പറ്റിയത്? മോനെ, നമ്മളെ അമ്മച്ചിയില്ലേ, അമ്മച്ചിക്ക് ഇപ്പൊ 83 വയസ്സായി. അപ്പൊ ഇതൊക്കെ ഞാൻ എന്തിനാ മോളോട് പറയുന്നത്? മോള് വെച്ചേരെ, ഞാൻ പോക്കോട്ടെ, എനിക്ക് വയ്യ. ഹലോ ഹലോ അപ്പച്ച പറഞ്ഞോ എന്ത് പറ്റി? അമ്മച്ചിക്ക് എന്താ പറ്റി? അമ്മച്ചിക്കൊന്നും പറ്റിയില്ല മുനുവനെ. നമ്മുടെ അമ്മച്ചിക്ക് ഇതൊക്കെ ഞാൻ എന്തിനാ മോനോട് പറയുന്നത്? ഞാൻ മോന് വേറെ ഏതോ ഒരാൾ നമ്പർ തെറ്റി വിളിച്ചല്ലേ അപ്പച്ചൻ പോയിട്ട് മോളൂടെ മരിച്ചു. നമുക്ക് ഒന്നിച്ച് പിന്നെ കാണാം. എന്റെ മോളെ പോലെ കണ്ടോണ്ടല്ലോ, അവള് കാരണം ഇതെല്ലാം ഉണ്ടായി. ഞാൻ ഫോണിൽ കൂടെ ഞാൻ കണ്ണു കുത്തി പൊട്ടിക്കും. എന്റെ മോളെ പോലെ കാണാൻ പറയല്ലേ, അത് പറയല്ലേ. എന്റെ മോളോട്ടല്ല, അവളെന്നെ നോക്കത്തില്ല. അവള് ആരാ? അവള് ഇങ്ങനെ കൊറേ പേര് അങ്ങനൊന്നും വിചാരിക്കണ്ട. ഞങ്ങളില്ല, ഞാനുണ്ട്, ഞാൻ നോക്കാം. എവിടെയാന്ന് പറഞ്ഞു സമാധാനിച്ച് കുറച്ചൊന്ന് സംസാരിക്കും മോനെ. ഞാൻ നമ്പർ തെറ്റി വിളിച്ചെന്ന് അറിഞ്ഞില്ല. അപ്പൊ ഞാന് ഒരാളൊരു നമ്പർ വന്നത് എന്റെ ദാമോദരന്റെ മോളാന്ന് കരുതിയിട്ട് വിളിച്ചതാ. അശ്വതി കുഴപ്പമില്ല. ഏതാ? അങ്ങനെ തന്നെ കരുതിക്കോ. അങ്ങനെ തന്നെ കരുതിയുണ്ടല്ലോ ഞാൻ നിന്നെ മോനെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു അമ്മച്ചിയുണ്ട്, എന്റെ ഭാര്യ, 83 വയസ്സായി. അപ്പൊ അവളിപ്പോ എന്റെ വീടിനോട് ചേർന്നൊരു വൃദ്ധസദനം ഉണ്ടേ. വൃദ്ധസദനത്തിന്റെ പേരെന്താ? സദാനന്ദ വിലാസം. അപ്പൊ അമ്മച്ചിയുടെ പേരോ? അമ്മച്ചിയുടെ പേര് ത്രേസ്യ. അപ്പൊ ആ വൃദ്ധസദനത്തില് ഒരു അപ്പച്ചനുമായിട്ട് ഇപ്പൊ എന്റെ ഭാര്യ പ്രണയത്തിലേക്കാം. മോളെ, എന്റെ വീടിനോട് ചേർന്നൊരു വൃദ്ധസദനം ഉണ്ട്, സദാനന്ദ വിലാസം വൃദ്ധസദനം എന്നാണ് പേര്. അപ്പൊ അവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അതിലെ ഒരാളുമായിട്ട് എന്റെ ഭാര്യ 83 വയസ്സുള്ളവര് അവിടെ ഒരു പ്രണയം ഉണ്ടായി. എന്നെ മോള് വെച്ചാരെ പോലെ ഹരിഹരൻ അപ്പച്ചനോ ഞാനോ? പരിഹരിക്കാന്ന് പറഞ്ഞ എന്ത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. ഒരിക്കലും അവരെ കുറിച്ച് ആത്മഹത്യയുടെ കഥ പറയരുത്. അതല്ലാതെ ചിന്തിക്കുകയും ചെയ്യാൻ പാടില്ല ആത്മഹത്യ. ഇല്ല മോള് വെച്ചേരെ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്നെ നോക്കി ആടുന്ന ഇവിടെ ഒരു കയർ ഇവിടെ കിടന്ന് എന്നെ പല്ലിളിച്ച് കാണിക്കുന്നു. ഞാൻ കേറിക്കോട്ടെ. ഞാൻ പോവാ. ഹലോ അപ്പച്ച,
എന്താ ഹലോ ഹലോ ചെയർ ഞാൻ വിചാരിച്ച തമാശക്ക് ഹലോ ഹലോ ചെയർ നീങ്ങാൻ ശബ്ദം കേട്ടു. എന്നാ ആയിരിക്കില്ല. ഹലോ 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 ശ്വാസം പിടിച്ചിരിക്കുകയാണോ? ഞാനിപ്പോ എന്റെ മോളോട് പ്രശ്നമുണ്ടെങ്കിൽ ഹലോ ഒന്ന് സംസാരിക്കാൻ പറ്റാ. മരിച്ചാലെങ്ങനെ സംസാരിക്കും? മരിച്ചാൽ എങ്ങനെ സംസാരിക്കും? മരിച്ചില്ല, ഞാൻ ശ്വാസം പിടിച്ചോണ്ടിരിക്കുക. വീണ്ടും എന്താ ചെയ്യണ്ടേ? അപ്പൊ തൂങ്ങി മരിക്കുന്ന പറഞ്ഞിട്ട് എന്തൊക്കെ പറയുന്നത്? എനിക്കത് നിന്റെ വാക്ക് കേട്ടിട്ട് തൂങ്ങി മരിക്കാൻ ഞാൻ എന്താ, എനിക്ക് പ്രാന്തുണ്ടോ? ഹലോ മോളിപ്പോ എവിടെ ഉണ്ട്? എന്റെ പൊന്നു ചേട്ടാ, മനുഷ്യന്റെ ടെൻഷൻ ആക്കിട്ട് ആരാ ഇപ്പൊ ലാസ്റ്റ് എന്റെ തലയിലേക്ക് ഇടാനാണോ? തൊട്ടടുത്തിരിക്കുന്ന ഹന്നാബല്ലേ അല്ലേ, അവള് തന്നൊരു പണിയാണ് ഇത്. ഗുലുമലയിൽ അനൂപാണ്. അശ്വതി, അനുവേട്ടാ പാവം അശ്വതി സുഖമായിട്ടിരിക്കുന്നു. ഏതാ എന്റെ ടെൻഷൻ കുറച്ച് നേരം നിന്നുപോയി. ഞാൻ എന്താ ചെയ്യുന്നത്? പിന്നെ എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ കണ്ടു വിളിച്ചിരുന്നു എന്തൊക്കെയോ കാര്യം പറഞ്ഞപ്പോ എന്തോ ഡൗട്ട് ഇച്ചിരി കരയാനൊക്കെ തുടങ്ങി. ആണോ? അയ്യോ, ആത്മഹത്യ പോയതിൽ ഇച്ചിരി കരച്ചു. ആണോ? അപ്പൊ നമ്മുടെ പ്രാങ്ക് സക്സസ്. ക്യാമറമാനെ കണ്ടില്ലേ? അച്ഛന്റെ ക്യാമറ മീനും വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഈ എന്നോട് തന്നെ വേണം പറയാ. അശ്വതിയുടെ നമ്മള് നേരിട്ട് കാണാനിരിക്കുന്നു. ഉടനെ കാണും. അത് മാത്രമല്ല, അശ്വതിയുടെ മനസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യോ, അത് പിന്നെ ആരായിട്ടില്ലല്ലോ ഇപ്പൊ തിരിക്കുള്ളൂ. അല്ലെ, കൊള്ളാം, ഉഷാറായിട്ടിരിക്കട്ടെ. എന്നാലും ആ രണ്ട് ടീം എത്ര പേരുണ്ടോ അവിടെ? 2 3 ഇവിടെ ഹെന്നയുണ്ട്, അമീനുണ്ട്, അമീന്റെ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടു. ഇപ്പൊ ഒരു പൊങ്ങി എണീറ്റ് വന്ന് എനിക്ക് അനുവേണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കത്തി. ഇവിടെ എവിടെയെങ്കിലും പോലെ ഫോൺ ഇരിപ്പുണ്ടാവുന്നുണ്ട്. അവൻ നൈസായിട്ട് അവിടെ പില്ലോട് ബാക്കിലിരുന്ന് ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്തോ പറ്റില്ല, ടെൻഷൻ അഭിനയിച്ചില്ല, ഞാനാണ് ഫുൾ അഭിനയിച്ചത്. എന്നെ ഇവിടെ കിടന്ന് ധാരാളം അഭിനയായിരുന്നു. ഹെന്നയുടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതും തല്ലുകൂടാനുള്ളതൊക്കെ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ആ ഉണ്ട്, അതിപ്പോ പിന്നെ എന്താ, ഉപ്പും മുളകും തകർക്കുന്നുണ്ട് കേട്ടോ. ഉഷാറായിട്ടിരിക്കുന്നു. പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? ഞാൻ പ്ലാൻ ചെയ്യുന്നു, ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഫോട്ടോഷൂട്ടും. ഉഷാറാണ്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് യൂട്യൂബിൽ 2-3 വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ. അല്ല, ഇപ്പൊ എന്തോ നിങ്ങളെന്തോ ഷൂട്ടും പരിപാടിയുടെ ഇടയ്ക്കാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ എന്നോട് ഹെന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങള് യൂട്യൂബിന് വേണ്ടി ഒരു കണ്ടന്റ് ചുമ്മാ പ്ലാൻ ചെയ്തോ. ബാക്കിയുള്ള ഇടിയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും. എല്ലാം ഞാൻ കൊടുത്തിരിക്കും. അനുബട്ടറോടെ ഞാൻ പാഴ്സൽ അയച്ചേക്കാം. ഓക്കെ ശരി, താങ്ക് യു. എല്ലാവർക്കും വെച്ചിട്ട് എന്ത് പരിപാടിയാണ് ചേട്ടാ. എടാ, ഞാൻ ചത്തോനെടാ. ആ മനുഷ്യനോട് തൂങ്ങി കിടക്കുന്ന പറഞ്ഞ ഞാനിവിടെ അറ്റാക്കൊന്നും വിളിച്ചു. നിങ്ങളെ സൗണ്ട് കേട്ടത്